ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൊച്ചി സ്റ്റൈലുള്ള ഒരു മീൻ കറിയാണ്. ഇതിന് മീൻ തിളപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇത് മത്തി വറ്റിച്ചിട്ടും മുള്ളൻ വറ്റിച്ചിട്ടും എല്ലാം ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുള്ളൻ വറ്റിച്ചിട്ടാണ്. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു തനി നാടൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് 20 മുള്ളനാണ്. ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 3 വെളുത്തുള്ളിയും 1 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയുമാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. കറി ഉണ്ടാക്കാൻ ഞാൻ കടായിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഇത് ഗോൾഡൻ നിറമാവുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വഴണ്ടി കിട്ടും. ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി തീ പതുക്കെ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വറ്റൽമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇത് തീ കൂട്ടി വെച്ച് നന്നായി തിളപ്പിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക ചെറിയ തീയിൽ. ഇപ്പോൾ ചാറൊന്ന് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് തന്നെ അതിലേക്ക് എടുത്തു വെച്ച് കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുള്ളൻ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് ഈ സമയത്ത്. ഇതൊന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. ഇപ്പോൾ ചാറെല്ലാം കുറുകി മീനിൽ പുളിയെല്ലാം പിടിച്ച് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചിറക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മുള്ളൻ തിളപ്പിക്കൽ. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.